നമ്മുടെ സ്ഥിരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുഖം നല്ല വൃത്തിയായിട്ട് ആദ്യം കഴുകണം. പിന്നെ നമുക്ക് കുറച്ച് മുമ്പേ ഒരു പാത്രം മേടിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ. അപ്പം അതിന് വാട്സപ്പിൽ ചിലർ കമൻറ്റ് ഇട്ടേക്കുന്നു, ശുഭേ പ്ലാസ്റ്റിക് പാത്രം അവോയ്ഡ് ചെയ്യണം. എനിക്കിതെല്ലാം അറിയാം, പക്ഷേ നമുക്ക് ഇതുപോലുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പാടല്ലേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, ടൈലിലോട്ട് വീണ് കുഞ്ഞായിട്ട് പൊട്ടി കിടന്ന അത് കാലയെ വല്ലതും കൊണ്ടുകയറി അതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ആകും. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ, പഞ്ചസാര ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമുണ്ട് എനിക്ക്, അതിലേക്ക് പഞ്ചസാര മാറ്റിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് പയറ് കടല അങ്ങനെയൊക്കെയുള്ള കുറച്ച് വീണ്ടും ഉണ്ടല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് അതിലേക്ക് തന്നെ ഇടാമെന്ന് കരുതി. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എടുത്തു പറഞ്ഞത് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മേടിക്കാൻ തപ്പി നടന്നു എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാം പ്ലാസ്റ്റിക് കൊള്ളത്തില്ല, ഞാനിവിടെ എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെന്താ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഹോർലിക്സിൻ്റെ കുപ്പിക്കകത്താണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മഴ തുടങ്ങി കേട്ടോ. ഇപ്പം പുതിയ ഒരു ഫാഷനല്ലേ, 5 മിനിറ്റ് മഴ, 5 മിനിറ്റ് ഭയങ്കര വെയിൽ. ഇന്നിപ്പം വെയിൽ വരത്തില്ല, സമയം 7:30 അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പം ഞാൻ പോട്ടെ, നമ്മൾ പ്ലാസ്റ്റിക് ആയാലും മേടിച്ച് പോയില്ലേ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. പിന്നെ വേറൊരാൾ എനിക്ക് വാട്സപ്പിൽ വന്ന് കമൻറ്റ് ഇട്ടേക്കുന്നു, ചേച്ചി ഇത്രയും നാളായിട്ടും കിച്ചണിലേക്ക് പാത്രങ്ങളൊന്നും ഇതുപോലത്തെ വെക്കുന്ന പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലേന്ന്. മോളെ എടാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വെളിയിലായിരുന്നു പാർലർ, അതായത് വെളിയിൽ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളല്ല, ഇനി അത് പറയല്ലേ, നമ്മുടെ തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെയും അങ്ങനെ കുറേ സ്ഥലത്ത് കടയിട്ടിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ഒതുങ്ങി ഇപ്പം ഇരിക്കുന്നത്. എത്ര സ്ഥലത്ത് കടയിട്ടിട്ടുണ്ടെന്നറിയാവോ? ഇപ്പം 8 വർഷത്തോളം തിരുനക്കര അമ്പലത്തിൻ്റെ ബാക്കി തന്നെ പടിഞ്ഞാറ് നട തന്നെ ഇരുന്നു. പിന്നെ അങ്ങനെ കുറേ സ്ഥലത്ത് ചെറിയ ചെറിയ കടകളാണ്, നമുക്ക് എന്തെങ്കിലും അസൗകര്യം വരുമ്പോൾ മാറും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് നടന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോള് എൽ കെ ജി ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാർലർ ഇട്ട ഒരാളാണ്. അപ്പോൾ അതിന് മുമ്പ് വീട്ടിൽ തന്നെ പാർലർ ഇട്ടു. അങ്ങനെ അന്നൊക്കെ എൻ്റെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും പാർലറിൽ ഇറക്കുമായിരുന്നു. 3:15 സ്കൂളിൽ വിടും, അറിയാമല്ലോ, CBSE സ്കൂളുകൾ 3:15 വിടും. അപ്പോൾ നമ്മുടെ കടയെ കൊണ്ടിറക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പം 6:30, 7:30, 8 മണിയാകുമ്പോൾ പാർലറിൽ നിന്ന് നമ്മുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിലെ പാത്രങ്ങൾ എങ്ങനെയാണെന്നോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അടുക്കള രാവിലെ ചെയ്തു വെക്കും, പിന്നെ വൈകുന്നേരം വന്നിട്ടാണെങ്കിലും ചില അടുക്കളയിലെ കാര്യങ്ങൾ പിന്നെ നോക്കാൻ കാണും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അന്നൊക്കെ എൻ്റെ അച്ഛൻ ഇവിടെ സ്ഥിരം ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ അച്ഛൻ സ്ഥിരം ഇവിടെ വരുമായിരുന്നു. അപ്പം എപ്പോഴും എനിക്ക് ജോലി തന്നെ ആയിരുന്നു. അല്ല, ഞാൻ പറയുവാണ്. അപ്പം നമ്മൾ പാത്രങ്ങൾ അടുക്കിപ്പെറുക്കി വെക്കാനോ, പാത്രങ്ങളെ അന്നൊന്നും നമ്മൾ കാശില്ലാഞ്ഞിട്ടല്ല പാത്രങ്ങൾ വാങ്ങിക്കാതിരുന്നത്. ഞാൻ ഇപ്പോൾ എത്ര വർഷമായി, 97-ലാണ് ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. ഞാൻ മോളെ മോക്കൊരു LKG വിട്ട്, നേഴ്സറി വിട്ട് ആ സമയം മുതൽ ഞാൻ പാർലർ സ്വന്തമായിട്ടിട്ട ആളാണ്. അപ്പോൾ എനിക്ക് ഒരു വരുമാനം അന്ന് മുതലേ ഉണ്ട്. എനിക്ക് എന്ത് വേണേലും കാണിക്കാമായിരുന്നു പൈസ ഇട്ട്. ആരും ചോദ്യം ചെയ്യാനോ, നീ എന്ത് പൈസ ഇട്ട് എന്ത് കാണിച്ചെന്നോ, പൈസ എന്ത് ചെയ്യാനോ, എത്ര കിട്ടിയെന്നോ ചോദിക്കാത്തൊരു ഹസ്ബൻഡാണ് എനിക്കുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ മീൻസ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ നോക്കിയും. എനിക്ക് ടൈമായിരുന്നു പ്രശ്നം. ഇപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ അതിനായിട്ടൊന്ന് പോവാനോ, അങ്ങനെ പാത്രങ്ങൾ അടുക്കി പെറുക്കി അങ്ങനെ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ നല്ല നല്ല പാത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഹോർലിക്സ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാത്രം അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ ഈ പാത്രം വാങ്ങിച്ചതിൻ്റെ കാരണം, ഇപ്പം എനിക്ക് ടൈമുണ്ട്, ഇനി രാവിലെ ഓടിപ്പാഞ്ഞ് എനിക്ക് പാർലറിൽ പോകണ്ട. ഇപ്പം ഇവിടെ വരുന്നവർ എന്നെ വിളിച്ചിട്ട് വന്ന് എന്നെ ബുക്ക് ചെയ്തിട്ട് ഞാനൊരു ടൈം പറയും, ആ ടൈമിൽ വരുന്നവരേ ഉള്ളൂ മേളിൽ പാർലറിൽ വരുന്നവർ. പിന്നെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്നവരാണ് കൂടുതലും ആൾക്കാർ കേട്ടോ. അപ്പോൾ ഞാനൊരു ടൈം പറയും, ആ ടൈമിൽ അവർ വരും. എനിക്കിപ്പോൾ കുറച്ച് സമയമുണ്ട്, കുറച്ച് സമയം. പിന്നെ ഓയിലിൻ്റെ വർക്കും കാര്യങ്ങളും നമ്മൾ സമയമില്ല എന്ന് പറയുമ്പോഴല്ലേ നമുക്ക്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഇതുപോലെ നമ്മുടെ കിച്ചണിൽ പാത്രങ്ങൾ ഇങ്ങനെ മേടിച്ച് വെച്ച് അതൊന്നും സെറ്റ് ചെയ്യാനൊന്നും അന്ന് സമയമില്ല കേട്ടോ. ഇപ്പോൾ കൊറോണ ടൈം വന്നതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ മേളിൽ പാർലർ തുടങ്ങി. അപ്പം പിന്നെ അപ്പോൾ ഓയിലിൻ്റെ തിരക്കായി, യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇതൊക്കെ നമ്മളെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകണം എങ്കിലേ ഉള്ളൂ. പക്ഷേ ചോദിച്ച കുട്ടിയുടെ അടുത്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഇപ്പം എന്താ ചേച്ചി വാങ്ങിച്ച ഇത്രയും നാളും കിച്ചണിൽ
ഇതുപോലെ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ച്. പാത്രങ്ങളുണ്ടടാ, പാത്രങ്ങളില്ലാഴികയല്ല. ഇപ്പോൾ നമുക്ക് സമയമുണ്ട്. എൻ്റെ മൂത്ത മോളെയും കൊണ്ട് ഇപ്പം വെളിയിൽ പോയി. അന്നൊക്കെ പിള്ളേർ കുഞ്ഞാണ്. അപ്പോൾ എങ്കിലും ഞാൻ എൻ്റെ മക്കളെ എൻ്റെ കൂടെ കൂട്ടുമായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടയിൽ പോകുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടേ പോകുള്ളായിരുന്നു. ശനിയും ഞായറും ഒക്കെ ഇങ്ങനെ പോകുന്ന ടൈമിൽ കേട്ടോ. അപ്പം ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇപ്പം സ്റ്റീൽ അതുപോലെ തന്നെ, അല്ലാതെ അന്ന് പാത്രങ്ങളില്ലായിട്ടല്ല കേട്ടോ. അന്നും പാത്രങ്ങളൊക്കെ ഉണ്ട്. പാത്രങ്ങളില്ലാതെ നമ്മൾ പരിപ്പാക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കും? അതൊക്കെ ഒരു ചോദിച്ചു തന്നെ ഒരു തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നും പാത്രങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒക്കെ ടൈം എനിക്കുള്ളത്. അപ്പോൾ പോയി ഇങ്ങനെയൊക്കെ വാങ്ങിക്കാനും ഇങ്ങനെയൊക്കെ ഒരേപോലത്തെ പാത്രങ്ങൾ വാങ്ങിക്കാനും ഇങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ തപ്പിയെടുക്കാനും. ഞാൻ സ്റ്റീലിൻ്റെ ഉദ്ദേശിച്ചില്ല, ഞാൻ ഗ്ലാസ് ബോട്ടിൽ ഉദ്ദേശിച്ച് തന്നെയാണ് പോയതാ. പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ വലിയ വലിയ ഭരണികൾ പോലത്തെ കിട്ടും. അത് നമുക്ക് അടുക്കളയിൽ കൊണ്ട് വെച്ച് ശരിയാകത്തില്ല. നമ്മുടെ പിള്ളേരും ഒക്കെ എപ്പോഴും ഇങ്ങനെ എനിക്കത് നോക്കിയിട്ട് അതൊരു തൃപ്തിയായില്ല. അപ്പോൾ എനിക്കൊരു സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ ഒരു പാത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് പഞ്ചസാര വെച്ചിട്ട് ബാക്കി ഉപ്പൊക്കെ എൻ്റെ ഭരണിയിലായിരിക്കുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോഴല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പാത്രമാണ്, നല്ല ക്വാളിറ്റിയുള്ള പാത്രം നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് പോട്ടെ, അത് തീർന്നേ. ഇനി പിന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിൽ ഒന്ന് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് വാങ്ങിക്കണ്ടായിരുന്നു. ഇനി വാങ്ങിച്ചു പോയില്ല. ഇനിയിപ്പം സാരമില്ല. പ്ലാസ്റ്റിക്കിനെ പറ്റി നമുക്കറിയാൻ മേലായിട്ടല്ല. പിന്നെ അതിനകത്ത് കൂടുതലും വെള്ളമൊക്കെ അങ്ങനെ പറയും കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ട് അതിനകത്ത് വെള്ളമയം ഒന്നും അങ്ങനെ പറ്റാതെയും, പഞ്ചസാര പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇരിക്കുന്നവരുടെ ആണെങ്കിൽ അതിനകത്ത് സ്പൂൺ ഇട്ട് നനഞ്ഞ സ്പൂണൊക്കെ അങ്ങനെയൊക്കെ പറയും കേട്ടോ. എന്തായാലും പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നല്ലപോലെ ഞാൻ ടാൻ അടിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ടു. അപ്പോൾ ഞാൻ 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്നത്തെ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓട്സ് പൊടി. ഓട്സ് എടുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന മോള് വെച്ചേക്കുന്നതായത് കേട്ടോ. ഞാനിങ്ങനെ ആവശ്യം വരുമ്പം അവൾ കാണാതെ ഞാൻ എടുത്തതാണേ. ഇത് കണ്ടോ, ടോട്ടാങ്കിയുടെ മോയ്സ്ചറൈസർ കിട്ടുന്ന പാത്രം. അതിനകത്ത് ഓട്സ് പൊടിച്ച് അവൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഞാൻ കുറച്ചിപ്പോൾ എടുക്കുന്നത്. അതുണ്ട്. പിന്നെ നാരങ്ങ, ഒരുപാട് നാരങ്ങ സ്കിന്നെ തേക്കരുത്. നമുക്കൊരു ബ്ലീച്ചിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഓണമൊക്കെ അല്ലേ. പിന്നെ നമുക്കൊരു ചെറിയ ക്യാരറ്റ്. അപ്പം പിന്നെ നമുക്ക് തേൻ വേണം കേട്ടോ. തേൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ക്യാരറ്റും ഓട്സും ഒരു നാരങ്ങ ഞാൻ കാണിക്കാൻ തോര ഒഴിക്കുന്നത്. ആദ്യം ഫസ്റ്റ് ഈ ക്യാരറ്റും ഈ ഓട്സും കൂടെ ഒന്ന് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നല്ലപോലെ അരച്ചുകൊണ്ട് വരാവേ. ഇതാ ഞാൻ ഓട്സും ക്യാരറ്റും കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ നാരങ്ങ ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഇടാവുള്ള നാരങ്ങ കേട്ടോ. ഒരുപാട് നാരങ്ങ നമുക്ക് വേണ്ട. ഇതും ഇതാക്കിയിട്ട് ഇതിനെ ഒന്നും കൂടെ പകുതിയാക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്രയും മതി കേട്ടോ. അതായത് നാരങ്ങയുടെ ഒരു ബ്ലീച്ചിൻ്റെ ഒരു ഫലമാണ് നാരങ്ങ. അപ്പോൾ നമുക്ക് സ്കിന്നിന് നല്ല കളർ വയ്ക്കും. ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിക്കണം. മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട്, അപ്പം ഇതിനകത്ത് ക്യാരറ്റുണ്ട്, നാരങ്ങാനീരുണ്ട്, ഓട്സ് ഉണ്ട്, തേനുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്കിന്നിലേക്ക് നല്ലതുപോലെ ഞാൻ പോയിട്ട് വന്നപ്പോഴേ ഉണ്ടല്ലോ നല്ല പുളിച്ച തൈരിട്ട് മുഖം കഴുകിയായിരുന്നു. എങ്കിലും എനിക്കറിയാം നാളത്തേന് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ നല്ല ചുരിദാർ എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായി കളറ്. ഇപ്പം നമുക്കൊരു ടർക്കി ഇങ്ങനെ ഇടാം. കട്ടയിലും കൂടെ കൂട്ടിയിടണേ. നമ്മുടെ കയ്യിലോട്ട് ഇത് കുറച്ച് ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കാം.
ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിരിക്കണം. പാർലറിൽ ഓണമായിട്ട് പാർലറിൽ പോവാൻ സമയമില്ലാത്തവർക്ക് ഉത്രാടമൊക്കെ ആയാൽ ഉത്രാടപ്പാച്ചിലായിരിക്കുമല്ലോ, അതുപോലെ ഓരോരോ കാര്യങ്ങളായിരിക്കുമല്ലോ. ഇപ്പം കല്യാണമൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഓണമായിട്ട് പാർലറിലൊന്നും പോകാൻ ടൈം ഇല്ല എങ്കിൽ ഈ ഒരു പായ്ക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട കാപ്പിപ്പൊടിയുടെ പായ്ക്കും സൂപ്പറാണ്. അപ്പോൾ അതിൻ്റെ പുറമെ ഇതും കൂടെ ഒന്നിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് മുഖം, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇടുമ്പോൾ കൂടുതൽ കളർ വരും, കൂടുതൽ ഗ്ലോ വരും, കത്തപ്പാടെല്ലാം മാറും, നല്ല സ്കിന്നിന് നല്ല ഗോൾഡ് ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് വരും കേട്ടോ. നമ്മൾ ഓയിൽ തേക്കുന്നവർ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്താലും ചുണ്ടയിലും കൂടെ കൂട്ടിയിടണം. ചുണ്ടിനും ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എന്ത് ചെയ്താലും ചുണ്ടയിലും കൂടെ കൂട്ടിയിടണം. 15 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നല്ല പോലെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചത് എന്താണെന്നറിയുമോ, നമുക്ക് ഇതൊന്ന് ഉണങ്ങി 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊരു നല്ല തിളക്കം വരും. ക്യാരറ്റും തേനും ഓട്സും നാരങ്ങാനീരും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നാരങ്ങാനീര്. അപ്പോൾ തേനുള്ളതും കൊണ്ട് നാരങ്ങാനീര് വെക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ദോഷമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അല്ലാതെ നാരങ്ങാനീര് ഒരിക്കലും നമ്മുടെ സ്കിന്നിലോട്ട് വാരിത്തേക്കരുത്, നമ്മുടെ തലയിലും വാരിത്തേക്കരുത് ആരും നാരങ്ങാനീര് നേരിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. സ്കിന്നിന് നല്ലൊരു പുതുജീവൻ വന്ന പോലെയാണ് കേട്ടോ. കഴുത്തേരും ഒക്കെ എല്ലാവരും ഇട്ട് നോക്കണം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇപ്പം ഓണം ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഫക്റ്റീവായ പായ്ക്കുകളും ഫേഷ്യൽസും ഒക്കെ ആയിട്ട് വരുന്നത്. പാർലറിൽ പോകാനൊന്നും സമയമില്ലാത്തവരിങ്ങനെയൊക്കെ വീട്ടിലിരുന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.